ആവൃത്തിയും തരംഗ ദൈർഘ്യവും തമ്മിൽ ബന്ധമുണ്ടോ? ആവൃത്തി എന്താണെന്നും തരംഗ ദൈർഘ്യം എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. സ്ലിംഗി മേശപ്പുറത്ത് വെച്ച ശേഷം രണ്ട് അഗ്രങ്ങളും വലിച്ചു പിടിക്കുക. സ്ലിംഗിയുടെ ഒരു അഗ്രത്തെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ച് അനുപ്രസ്ഥ തരംഗം സൃഷ്ടിക്കുക. ഓക്കെ, നോക്കിക്കോളൂ. അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു അനുപ്രസ്ഥ തരംഗം സൃഷ്ടിക്കുക, ഇങ്ങനെ ഇരുവശങ്ങളിലേക്ക് ചലിപ്പിച്ചിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. ഇനി എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഈ ഒരു വേഗതയിൽ, ഈ ചലിപ്പിക്കുന്ന വേഗതയില്ലേ, അത് കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക. തുടർന്ന് ഇരുവശത്തേക്കുമുള്ള ചലനത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുക. ആ ഒരു സ്പീഡ് കൂട്ടണം. ഇരുവശങ്ങളിലേക്കും ഉള്ള ചലനത്തിന് ആവൃത്തി കൂട്ടണം. ആദ്യം നമ്മളിങ്ങനെ ഈ ഒരു രീതിയിലാണ് ചലിപ്പിക്കുന്നുണ്ടായെങ്കിൽ പിന്നെ ആ ആവൃത്തി കൂട്ടണം. ഓക്കെ. സ്ലിംഗിയിൽ സൃഷ്ടിച്ച തരംഗരൂപത്തിന്റെ ആവൃത്തിയിലും തരംഗ ദൈർഘ്യത്തിലും ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കൂ. നോക്കൂ, ആദ്യം സാവധാനം നമ്മൾ ചലിപ്പിക്കുമ്പോൾ ഏകദേശം ആ സ്ലിംഗിയിൽ ഇതുപോലുള്ള ഒരു തരംഗമാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ ആവൃത്തി കൂട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ചുകൂടി അടുത്ത് വരും. ഓക്കെ, അതായത് ഈ ശൃംഗങ്ങളൊക്കെ അടുത്ത് വരും, ഗർത്തങ്ങളൊക്കെ അടുത്ത് വരും. അതായത് യഥാർത്ഥത്തിൽ ഇവയുടെ തരംഗ ദൈർഘ്യം കുറയുന്നു. ആവൃത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കുറയുന്നതായിട്ട് കാണാം. ഒരു തരംഗത്തെ സംബന്ധിച്ച് അതിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുത്തിയ തരംഗ ദൈർഘ്യത്തിന് മാറ്റം ഉണ്ടാകുമോ? ഓക്കെ, ആവൃത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കൂടുന്നതായിട്ട് നമുക്കിവിടെ കുറയുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഒരു മാധ്യമത്തിലൂടെ ഒരേ സമയ ഇടവേളകളിൽ ഉണ്ടായ ഒരേ ആയതിയിലുള്ള രണ്ടു തരംഗങ്ങളുടെ ചിത്രീകരണം നൽകിയിരിക്കുന്നു. ഈ ചിത്രം നോക്കുക. ചിത്രം 1:14 എയിലെ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം എത്രയാണ്? നോക്കിക്കോളൂ. ഇതിന്റെ തരംഗ ദൈർഘ്യം എത്രയാണ്? ഇവിടെ തൊട്ട് തുടങ്ങി ഇവിടെ വരെ നോക്കാം അല്ലെ. അപ്പൊ എത്രയാണ്? 4 യൂണിറ്റ്. എന്താണ്? മീറ്റർ. 4 മീറ്റർ. ചിത്രം 1:14 ബിയിലെ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം കണ്ടെത്തുക. ഇതിനെത്രയാണ്? നോക്കൂ, 2 മീറ്റർ ആണല്ലേ. 2 മീറ്റർ. രണ്ട് തരംഗങ്ങളും ഇത്രയും ദൂരം സഞ്ചരിക്കാൻ, അതായത് 12 മീറ്റർ അല്ലേ, നോക്കിക്കോളൂ. 12 അല്ലേ. 12 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ് എടുത്തുവെങ്കിൽ ചിത്രം 1:14 എയിലെ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണ്? എയിലെ കേട്ടോ. ഓക്കെ, ഇവിടെ 1, 2, 3. ഓക്കെ, ഇവിടെ തൊട്ട് ഇത്ര വരെ എത്താൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് സമയം എടുത്തു എന്നാണ് പറഞ്ഞത്. 1 സെക്കൻഡ് സമയം എടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 3 ഹെഡ്സ് അല്ലെ. 1 സെക്കൻഡിൽ ഒരു കണിക 3 ദോലനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണം തന്നെയാണല്ലോ അതിന്റെ ആവൃത്തി. അപ്പൊ ഇവിടെ തരംഗത്തിന്റെ ആവൃത്തി 3 ഹെഡ്സ്. ചിത്രം 1:14 ബിയിലെ തരംഗത്തിന്റെ ആവൃത്തിയോ? ഇവിടെ നോക്കൂ. ഇവിടം മുതൽ ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് എടുത്ത സമയം 1 സെക്കൻഡ് ആണ്. പക്ഷെ ഇവിടെ 1, 2, 3, 4, 5, 6. ഒരു കണിക ഈ 1 സെക്കൻഡ് കൊണ്ട് 6 ദോലനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആവൃത്തി എത്രയാണ്? 6 ഹെഡ്സ്. ഓക്കെ, ഏത് തരംഗത്തിനാണ് തരംഗ ദൈർഘ്യം കൂടുതൽ? തരംഗ ദൈർഘ്യം കൂടുതൽ എ എന്ന തരംഗത്തിനാണ്. ഇവിടെയാണ് കണ്ടോ, കൂടുതൽ ദൈർഘ്യമുണ്ട്. തരംഗ ദൈർഘ്യം കൂടുതൽ എ എന്ന തരംഗത്തിനാണ്. ആവൃത്തി കൂടിയ തരംഗം ഏത്? ആവൃത്തി കൂടുതൽ നമ്മളിപ്പോ കണ്ടു. ആവൃത്തി കൂടുതൽ ബിക്കാണ്. ബി. ഓക്കെ, തരംഗ ദൈർഘ്യവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് തരംഗങ്ങളും 12 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം തുല്യമാണ്. അപ്പോൾ തരംഗ വേഗം തുല്യമാണല്ലോ. അതെ, ഇവിടെ തരംഗ വേഗം തുല്യമാണ്. കാരണം രണ്ട് തരംഗങ്ങളും 12 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം തുല്യമാണ്. ഇവിടെ പറഞ്ഞിട്ട് 1 സെക്കൻഡാണ് എടുത്തിട്ടുള്ളതെന്ന്. അതായത് ഒരേ സമയം കൊണ്ട് ഒരേ ദൂരം സഞ്ചരിച്ചു എന്നതിന് അർത്ഥം എന്താണ്? തരംഗ വേഗം തുല്യമാണ്. അതാണ് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തത്. വേഗം സ്ഥിരമായിരുന്നാൽ തരംഗത്തിന്റെ ആവൃത്തി തരംഗ ദൈർഘ്യത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. അതായത് ആവൃത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കുറയും, അല്ലെങ്കിൽ ആവൃത്തി കുറയുമ്പോൾ തരംഗ ദൈർഘ്യം കൂടും. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സ്ലിംഗിയുടെ എക്സ്പെരിമെന്റിൽ ഈ തരംഗ വേഗം തുല്യമായിരിക്കും, സ്ഥിരമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ലിംഗിയുടെ ആ ഒരു വലിവ് ബലം ഉണ്ടല്ലോ, എത്ര ബലത്തിലാണ് നമ്മൾ വലിച്ചു പിടിച്ചിരിക്കുന്ന സ്ലിംഗി, അതും പിന്നെ അത് കൂടാതെ ആ സ്ലിംഗിയുടെ മെറ്റീരിയൽ, സ്ലിംഗി എന്തുകൊണ്ടാണ് നിർമ്മിച്ചത് എന്നതൊക്കെ സെയിം ആണല്ലോ, തുല്യമാണല്ലോ. കാരണം
ഒരേപോലെ വലിച്ചു പിടിക്കുന്നു രണ്ട് തവണ ചെയ്യുമ്പോഴും. അതേപോലെ 2 തവണ ഒരേ സ്ലിങ്കി, ഒരേ മെറ്റീരിയൽ കൊണ്ട്, ഒരേ പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച സ്ലിങ്കിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിലൂടെയുള്ള തരംഗ വേഗം സ്ഥിരമായിരിക്കും. അതുകൊണ്ടാണ് അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് തരംഗത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കുറയുന്നു എന്നത്. ഓക്കെ, ഇതാണ് റിലേഷൻ. ഏതെങ്കിലും ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. ഓക്കെ, അതാണ് ഇങ്ങനെ വിപരീതാനുപാതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1/λ എന്നാണ്. വേഗം, ആവൃത്തി, തരംഗ ദൈർഘ്യം ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ചിത്രം 1.15 വിശകലനം ചെയ്ത് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തരംഗ ദൈർഘ്യം എത്രയാണ്? ഇവിടെ നോക്കൂ, തരംഗ ദൈർഘ്യം ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരത്തിനാണ് 2 യൂണിറ്റ് മീറ്റർ. 2 മീറ്റർ ആണ് തരംഗ ദൈർഘ്യം. ഓയിൽ നിന്ന് എയിൽ എത്താൻ 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ആവൃത്തി എത്ര? ഓയിൽ നിന്ന് എയിലെത്താൻ ഇത്ര ദൂരം 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ആവൃത്തി എത്ര? ഇവിടെ എത്ര ദോലനങ്ങൾ ഒരു കണികയ്ക്ക് സംഭവിക്കും 1 സെക്കൻഡിൽ? നോക്കിക്കോളൂ, 1, 2, 3. അതായത് ഓയിൽ നിന്ന് എയിലെത്താൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് എടുക്കുന്നു. ആ 1 സെക്കൻഡ് കൊണ്ട് ഒരു കണികയ്ക്ക് 3 ദോലനങ്ങൾ സംഭവിക്കും. സോ 1 സെക്കൻഡിൽ സംഭവിക്കുന്ന ദോലനങ്ങളുടെ എണ്ണമാണല്ലോ ആവൃത്തി. അതുകൊണ്ട് 3 ഹെർട്സ്. 1 സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരമല്ലേ തരംഗ വേഗം? തരംഗ വേഗം എത്രയാണ്? 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, ഓയിൽ നിന്ന് എയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നു പറഞ്ഞു. 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? നോക്കിക്കോളൂ, ഓയിൽ നിന്ന് എ വരെ 6 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. 1 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ സഞ്ചരിക്കുന്നു. അതായത് 6 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് തരംഗ വേഗം. 6 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? 1 സെക്കൻഡിൽ 6 മീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കൂ, തരംഗ ദൈർഘ്യമായ 2 ഗുണിക്കണം ആവൃത്തിയായ 3 ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും അല്ലെ? 6 കിട്ടും. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ തരംഗ വേഗമായിട്ട് കിട്ടിയത്. അപ്പൊ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഊഹിച്ചെഴുതാം അല്ലെ? 2 ഗുണിക്കണം 3 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് എഴുതാനുള്ളത്? ആവൃത്തിയുടെയും തരംഗ ദൈർഘ്യത്തിന്റെയും ഗുണനഫലമായിരിക്കും തരംഗ വേഗം. ഓക്കെ, അതാണ് തരംഗ വേഗം ഈസ് ഈക്വൽ ടു ആവൃത്തി ഗുണിക്കണം തരംഗ ദൈർഘ്യം എന്ന് എഴുതാം. ഇത് നമുക്ക് സിംബൽസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. വി എന്ന് വെച്ചാൽ തരംഗ വേഗത്തിനെ സൂചിപ്പിക്കുന്നു. എഫ് എന്ന് വെച്ചാൽ അത് ആവൃത്തിയെ സൂചിപ്പിക്കുന്നു. ലാംഡ തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്നു. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തായാലും പഠിക്കണം. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇതേ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എഫ് ആണ് കണ്ടെത്താനുള്ളതെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് എഴുതാം. ഈ ലാംഡയെ വിയുടെ അടിയിലോട്ട് എഴുതാം. അപ്പൊ വി ഡിവൈഡഡ് ബൈ ലാംഡ. അങ്ങനെയും നമുക്ക് ഇക്വേഷൻസ് മാറ്റി എഴുതാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ. തരംഗത്തിലെ കണികകളുടെ ഒരു പ്രത്യേക സമയത്തെ അവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ എത്ര ശൃംഗങ്ങളുണ്ട്? 1, 2, 3 ശൃംഗങ്ങൾ. എത്ര ഗർത്തങ്ങളുണ്ട്? 1, 2, 3 ഗർത്തങ്ങൾ. തരംഗ ദൈർഘ്യം എത്രയാണ്? തരംഗ ദൈർഘ്യം 8 മീറ്റർ. ഓക്കെ, അതിന് ഉത്തരമായി. അടുത്ത ക്വസ്റ്റ്യൻ. വായുവിൽ 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു അനുദൈർഘ്യ തരംഗത്തിന്റെ ആവൃത്തി 35 ഹെർട്സ് ആണെങ്കിൽ ഈ തരംഗത്തിന്റെ അടുത്തടുത്ത 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എത്രയാണ് എന്നാ ചോദിച്ചത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? വേഗം, തരംഗ വേഗം തന്നിട്ടുണ്ട് v. പിന്നെയോ ആവൃത്തി തന്നിട്ടുണ്ട്, അതായത് f തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അടുത്തടുത്ത 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എത്രയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അനുദൈർഘ്യ തരംഗങ്ങളിൽ അടുത്തടുത്ത 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം തരംഗ ദൈർഘ്യമാണ്. അതേപോലെ തന്നെ അടുത്തടുത്ത 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലവും തരംഗ ദൈർഘ്യമാണ്. സോ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ തരംഗ ദൈർഘ്യം കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. v is equal to f ലാംഡ. നമുക്ക് എന്താണ് അറിയേണ്ടത്? ലാംഡയാണ് അറിയാനുള്ളത്. വിയും എഫും തന്നിട്ടുണ്ട്. സോ ലാംഡയെ മാത്രം ഒരു സൈഡിൽ വെച്ചിട്ട് ഈ എഫിനെ വിയുടെ അടിയിൽ എഴുതാം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇക്വേഷൻ കിട്ടിയത്. ലാംഡ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എഫ്. വി 350 ആണ്, എഫ് 35 ആണ്. സോ ഇത് ഹരിച്ചാൽ കിട്ടും 350 ഹരിക്കണം 35. 350 എത്ര 35 ഉണ്ട് എന്നാണ്. അതായത് 10. യൂണിറ്റ് എന്താണ്? മീറ്റർ. തരംഗ ദൈർഘ്യമാണ്. സോ യൂണിറ്റ് മീറ്റർ.
അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലമോ അതും തരംഗദൈർഘ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. സോ അത് എന്ത് തന്നെയാണ്? 10 മീറ്റർ തന്നെയാണ്. ഓക്കെ. 175 ഹെർട്സ് ആവൃത്തിയുള്ള ശബ്ദതരംഗത്തിന്റെ തരംഗ ദൈർഘ്യം 2 മീറ്റർ ആണ്. ശബ്ദ വേഗം കണക്കാക്കുക. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് v = f ലാംഡ. v തന്നിട്ടുണ്ട്, സോറി f തന്നിട്ടുണ്ട് 175 ആണ്. ലാംഡ = 2 മീറ്റർ. ഇവ രണ്ട് ഗുണിച്ചാൽ 350 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ശബ്ദവും പ്രകാശവും തരംഗങ്ങളാണല്ലോ. പ്രകാശം പ്രതിപദിക്കുമല്ലോ. പ്രകാശം പ്രതിപദിക്കുമെന്ന് നമുക്കറിയാം. അതേപോലെ ശബ്ദവും പ്രതിപദിക്കുമോ? തീർച്ചയായും ശബ്ദവും പ്രതിപദിക്കും. ശബ്ദത്തിന്റെ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ശബ്ദതരംഗങ്ങൾ വസ്തുക്കൾ തട്ടി പ്രതിപദിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. 1 മീറ്റർ നീളമുള്ള 2 PVC പൈപ്പുകൾ, ഒരു ഗ്ലാസ് പ്ലേറ്റ്, അലാം ക്ലോക്ക് എന്നിവ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ സജ്ജീകരിക്കുക. ബി എന്ന പൈപ്പ് വ്യത്യസ്ത കോണിൽ ക്രമീകരിച്ച് ക്ലോക്കിൽ നിന്നുള്ള ടിക് ടിക് ശബ്ദം ശ്രവിക്കൂ. ക്ലോക്കിൽ നിന്നുള്ള ശബ്ദം ബി എന്ന പൈപ്പിലൂടെ കേൾക്കാനുള്ള കാരണം എന്തായിരിക്കും? ക്ലോക്കിൽ നിന്നുള്ള ശബ്ദം ബി എന്ന പൈപ്പിലൂടെ കേൾക്കാനുള്ള കാരണം ഈ ശബ്ദം എയിലേക്ക് കൂടി പോയി ഈ ഒരു പ്രതലത്തിൽ, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റ്, ഈ ഗ്ലാസ് പ്ലേറ്റിൽ തട്ടി പ്രതിപദിച്ച് ബിയിലേക്ക് കൂടി വന്നത് കാരണമാണ് ബി എന്ന പൈപ്പിലൂടെ ശബ്ദം കേൾക്കാനുള്ള കാരണം. ഗ്ലാസ് പ്ലേറ്റിൽ തട്ടി പ്രതിപദിക്കുന്നത് മൂലമാണല്ലോ ബി എന്ന പൈപ്പിലൂടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത്. ഗ്ലാസ് പ്ലേറ്റിന് പകരം പരുപരുത്ത പ്രതലങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചു നോക്കൂ. ഇങ്ങനെ ആവർത്തിച്ചു നോക്കിയാൽ പ്രതിപദിച്ചു വരുന്ന ശബ്ദത്തിന്റെ ഉച്ചത കുറയുന്നതായിട്ട് അനുഭവപ്പെടും. നമുക്ക് അത്ര നേരത്തെ ആദ്യം കേട്ടതുപോലെയുള്ള അത്ര ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കില്ല, ആ ഉച്ചത കുറയും. കാരണം എന്തായിരിക്കും? സിമ്പിൾ ആണ്. മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിക്കും. അതുകൊണ്ടാണ് മിനുസമുള്ള പ്രതലമായ ഈ ഗ്ലാസ് പ്ലേറ്റ് ഇവിടെ വെച്ചപ്പോൾ നന്നായിട്ട് ശബ്ദം കേട്ടതും അതിന് പകരം പരുപരുത്ത പ്രതലങ്ങൾ വയ്ക്കുമ്പോൾ ശബ്ദത്തിന്റെ ആ ഒരു ഉച്ചത കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടുന്നതും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിക്കും. ശബ്ദത്തിന്റെ പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്? സൗണ്ട് ബോർഡുകൾ. ചിത്രം 1.18a കണ്ടു. ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന് പിറകിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഇതുപോലുള്ള ഒരു സംവിധാനമാണ് സൗണ്ട് ബോർഡുകൾ എന്ന് പറയുന്നത്. ഇവിടെ ശബ്ദം ഈ പിറകിലുള്ള പ്രതലത്തിലൊക്കെ പ്രതിപദിച്ച് ഹാളിൽ മുഴുവനായിട്ട് നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അത് സഹായകമാകുന്നു. ഓക്കെ, ശബ്ദത്തിന്റെ പ്രതിപതനം ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു ഈ പിറകിൽ സൗണ്ട് ബോർഡുകൾ വെക്കുന്നത് വഴി. ഓക്കെ, ഇവിടെ പ്രതിപദിച്ചു വരുന്ന ആരോ മാർക്ക് ഉണ്ടല്ലോ. ഇങ്ങനെ പല രീതിയിലായിട്ട് പ്രതിപദിച്ചിട്ട് ഈ ഹാളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നന്നായിട്ട് കേൾക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകുന്നു. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഹാളുകളിൽ വളഞ്ഞു നിർമ്മിച്ചിരിക്കുന്ന സീലിങ്ങുകൾ. കണ്ടോ, ഇവിടെ ഇങ്ങനെ വളഞ്ഞ സീലിങ്ങുകൾ നിർമ്മിക്കുന്നത് വഴി ശബ്ദം ഇങ്ങനെ പ്രതിപദിച്ചിട്ട് എല്ലാവരിലേക്കും, കേൾവിക്കാരിലേക്ക്, ശ്രോതാക്കളിലേക്ക് നന്നായിട്ട് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് അത് സഹായകമാകുന്നു. ഓക്കെ, ഹാളുകളിൽ വളഞ്ഞു നിർമ്മിച്ചിരിക്കുന്ന സീലിങ്ങുകൾ, പിന്നെ ഈ സൗണ്ട് ബോർഡുകൾ. ഓക്കെ, 2 എക്സാമ്പിൾ ഒക്കെ അല്ലേ. ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെ പ്രതിപദിച്ച് ഹാളിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കാൻ ഇവ സഹായിക്കുന്നു. ഓക്കെ, ഇവ രണ്ടായാലും ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ഹാളിൽ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ശ്രോതാവിലേക്ക് എത്തുന്ന വിധമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്രോതസ്സിൽ നിന്നുള്ള ശബ്ദം എല്ലായ്പ്പോഴും നേരിട്ട് മാത്രമാണോ ശ്രോതാവിലേക്ക് എത്തുന്നത്? അല്ല എന്ന് കാണാം. ഇങ്ങനെ ആവർത്തന പ്രതിപതനത്തിന് വിധേയമായിട്ടും ശബ്ദം വരുന്നതായിട്ട് കാണാം. എന്താണ് ആവർത്തന പ്രതിപതനം? പ്രതിപദിച്ചു വരുന്ന ശബ്ദ തരംഗങ്ങൾ വീണ്ടും പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ഓക്കെ, കണ്ടോ, ഇവിടെ ഇതുപോലെ ശബ്ദം പ്രതിപദിച്ചിട്ട് വീണ്ടും പ്രതിപദിക്കുന്നു. ഇങ്ങനെ വീണ്ടും പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ഓക്കെ, പ്രതിപദിച്ചു വരുന്ന ശബ്ദങ്ങൾ വേറിട്ട് കേൾക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടോ? അതാണ് പ്രതിധ്വനി. എക്കോ പോയിന്റിൽ ഉച്ചത്തിൽ വിളിക്കുന്ന അതേ ശബ്ദം അല്പസമയത്തിനു ശേഷം വീണ്ടും കേൾക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അടച്ചിട്ടിരിക്കുന്നതും ഒഴിഞ്ഞുകിടക്കുന്നതുമായ വലിയ ഹാളിനുള്ളിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും വലിയ മലകളുടെ അകലെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയോ കൈകൊട്ടുകയോ ചെയ്യുമ്പോഴും അല്പസമയത്തിനു ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയുമല്ലോ. പ്രതിധ്വനി എന്ന പ്രതിഭാസം മൂലമാണ് ഇത് സാധ്യമാകുന്നത്. എന്താണ് പ്രതിധ്വനി? ആദ്യ ശബ്ദം ശ്രവിച്ചതിനു ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. ഇവിടെ നമ്മൾ പറഞ്ഞു വലിയ ഹാളിനുള്ളിൽ എന്നാണ് പറഞ്ഞത് അല്ലേ. എന്നാൽ ചെറിയ മുറിക്കുള്ളിൽ പ്രതിധ്വനി കേൾക്കാത്തത് എന്തുകൊണ്ടായിരിക്കും?
അത് അവ തമ്മിലുള്ള അകലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ ശബ്ദ സ്രോതസ്സും അതേപോലെ ഈ പ്രതിപതന തലവും എത്ര ദൂരത്തിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടെ പ്രതിധ്വനി കേൾക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. നോക്കിക്കോളൂ, ആദ്യ ശബ്ദം പ്രതിപതനത്തിനു ശേഷം വീണ്ടും വ്യക്തമായി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ശ്രോതാവിൽ നിന്ന് ചുരുങ്ങിയത് എത്ര അകലത്തിലായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ശബ്ദം നമ്മിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക്, അതായത് 10ൽ 1 സെക്കൻഡ് സമയത്തേക്ക്, അതായത് ഒരു സെക്കൻഡിന്റെ 10ൽ 1 ഭാഗം അത്രയും സമയത്തേക്ക് നിലനിൽക്കുന്നു. ആ ശ്രവണാനുഭവം നമ്മളിൽ നിലനിൽക്കുന്നു. ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ശബ്ദം നമ്മിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത. ഈ സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ചു കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ഈ 1/10 ഇല്ലേ, അത് നമുക്ക് ഇങ്ങനെ ഹരിച്ചാൽ എങ്ങനെ കിട്ടും? 1/10 ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒരു 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് ഇവിടെ എക്സ്ട്രാ ഒരു 0 ഇട്ടു. ഇപ്പോൾ 10/10 ആയി. 10ൽ എത്ര 10 ഉണ്ട്? 1 അല്ലെ? 1 ഗുണിക്കണം 10 എത്രയാണ്? 10. ഓക്കെ, 10 കുറക്കണം 10 എത്ര? 0. അപ്പൊ ഈ 1/10 എന്നതിനെ 0.1 എന്നും എഴുതാം. 0.1 സെക്കൻഡ് എന്നും പറയാം. ഓക്കെ, 0.1 സെക്കൻഡ് സമയത്തേക്ക് നമ്മിൽ നിലനിൽക്കുന്നു. ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത. ആദ്യ ശബ്ദം ശ്രവിച്ച് ചുരുങ്ങിയത് എത്ര സമയം കഴിഞ്ഞാലാണ് പ്രതിധ്വനി വ്യക്തമായി കേൾക്കാൻ കഴിയുക? ഈ സമയമാണ് 1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ്. ഈ സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും? നോക്കൂ, വായുവിലെ ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് ആയി പരിഗണിക്കണം. ദൂരം ഈസ് ഈക്വൽ ടു വേഗം ഗുണിക്കണം സമയമാണല്ലോ. നമുക്കറിയാം വേഗം ഈസ് ഈക്വൽ ടു ദൂരം ഹരിക്കണം സമയമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൂരം ഈസ് ഈക്വൽ ടു വേഗം ഗുണിക്കണം സമയം. വേഗം 350 ഗുണിക്കണം സമയം എത്രയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ആ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇതും കട്ടാക്കാം. അപ്പൊ എത്ര കിട്ടും? 35 ഗുണിക്കണം 1 ഹരിക്കണം 1, അതായത് 35 മീറ്റർ എന്ന് കിട്ടും. അതായത് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ചുരുങ്ങിയത് 35 മീറ്ററിന്റെ പകുതിയായ 17.5 മീറ്റർ ആകണം. കാരണം പ്രതിപദിക്കുന്നു പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ശബ്ദം ഉണ്ടായാൽ ഇതാണ് പ്രതിപതന തലമെങ്കിൽ ഇവിടെ പോയിട്ട് തിരിച്ചു വരും. ഈ ആകെ ദൂരമാണ് 35 മീറ്റർ. അപ്പൊ അതിന്റെ പകുതിയാണല്ലോ ഈ അകലം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. 17.5 മീറ്റർ ആകണം. പ്രതിപതന തലം 17.5 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതേ ശബ്ദം വീണ്ടും വേർതിരിച്ച് കേൾക്കാൻ സാധിക്കും. വെടി പൊട്ടുന്നതിന്റെ പ്രതിധ്വനി 1 സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആൾ തന്നെ കേൾക്കുന്നു. പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് പ്രതിപതന തലം എത്ര അകലെ ആയിരിക്കും? ഇവിടെ നിന്നാണ് കതിനവെടി പൊട്ടിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഇതാണ് പ്രതിപതന തലം. ഇവിടെ തട്ടിയിട്ടാണ് പ്രതിപദിക്കുന്നത്. ഓക്കെ, 1 സെക്കൻഡ് ശേഷമാണ് പൊട്ടിച്ച ആൾ തന്നെ ആ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര അകലത്തിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വായുവിൽ ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ, പ്രതിപതന തലത്തിലേക്കുള്ള അകലം d ആയിട്ട് കരുതുക. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലം d ആയിട്ട് കരുതുക. ഓക്കെ, എങ്കിൽ പ്രതിപതന തലത്തിലേക്കും തിരിച്ചും ശബ്ദം സഞ്ചരിക്കുന്ന ആകെ ദൂരം 2d ആയിരിക്കുമല്ലോ. അതായത് ഇങ്ങോട്ട് ഒരു ഡിയും ഇതിനെ തിരിച്ച് ഒരു ഡിയും. അപ്പൊ 2d ആയിരിക്കുമല്ലോ ആകെ സഞ്ചരിക്കുന്ന ദൂരം. നമുക്കറിയാം വേഗം ഈസ് ഈക്വൽ ടു ദൂരം ഹരിക്കണം സമയമാണ്. ഇവിടെ വേഗം v ആയിട്ട് എടുത്താൽ ദൂരം എത്രയാണ്? 2d ഹരിക്കണം സമയം t ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ d എങ്ങനെ കാണാം? ഈ d മാത്രം ഇവിടെ വെച്ചിട്ട് ഈ ഡിവൈഡഡ് ബൈ t എന്നതിനെ ഇപ്പുറത്തേക്ക് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗുണിക്കണം t എന്നാവും അല്ലെ. അതാണ് v ഗുണിക്കണം t എന്ന് എഴുതിയത്. ഇനി ഇവിടെ d ഗുണിക്കണം 2 എന്നാണല്ലോ 2d എന്നതിനർത്ഥം. അതിനെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് വിട്ടാൽ എന്ത് കിട്ടും? ഹരിക്കണം 2 എന്ന് കിട്ടും അല്ലെ. അതാണ് ഇവിടെ ഹരിക്കണം 2 എന്ന് എഴുതിയത്. ഓക്കെ, അങ്ങനെയാണ് ഇക്വേഷൻ മാറ്റി എഴുതിയത്. d യെ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് എഴുതിയിട്ട് t യെയും ഈ 2വിനെയും ഇപ്പുറത്തേക്ക് നമ്മൾ എഴുതി. അതാണ് v ഇവിടെ ഹരിക്കണം t എന്നത് ഗുണിക്കണം t എന്ന് എഴുതി. അതേപോലെ ഇവിടെ d ഗുണിക്കണം 2 എന്നായിരുന്നു, അതായത് മുകളിൽ ഒരുമിച്ചായിരുന്നു അല്ലെ. അത് v യുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ 2 എന്നായി. v 350 ആണെന്ന് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. t 1 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 2 ചെയ്താൽ 350 ഗുണിക്കണം 1 ഹരിക്കണം 2,
അതായത് 350ന്റെ പകുതി 175 മീറ്റർ. പ്രതിപതന തലം 175 മീറ്റർ അകലത്തിലായിരിക്കും. അതായത് ആ കതിനവെടി പൊട്ടുന്നത് ആ പൊട്ടിക്കുന്ന സ്ഥലവും പ്രതിപതന തലവും തമ്മിൽ 175 മീറ്റർ അകലമുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം? ഇതേപോലെ തന്നെയാണ് ഇവിടെ സ്രോതസ് എന്ന് വിചാരിക്കുക, ഇവിടെ പ്രതിപതന തലം. പക്ഷേ ഇത് ജലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു കാര്യം. ഓക്കെ, അപ്പൊ നോക്കൂ, അവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ആ ശബ്ദ വേഗമാണ് അല്ലെ. നോക്കുക, ഇവിടെ ജലത്തിൽ ശബ്ദവേഗം v is equal to 1480 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്കറിയാം, സോറി, ഇവിടെ വീക്ഷണ സ്ഥിരതയല്ല, ശ്രവണ സ്ഥിരതയാണ് കേട്ടോ. ശ്രവണ സ്ഥിരത ഒരു സമയമാണല്ലോ t. ഓക്കെ, t is equal to 1 ഹരിക്കണം 10 സെക്കൻഡ് ആണ്. പ്രതിപതന തലത്തിലേക്കുള്ള കുറഞ്ഞ അകലം d ആയിട്ട് എടുത്താൽ ആകെ സഞ്ചരിക്കുന്ന ദൂരം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ അതേപോലെയായിരുന്നു, അതെന്താണ് 2d കിട്ടും. നമുക്കറിയാം v is equal to 2d divided by t എന്നൊരു ഇക്വേഷൻ അല്ലേ. നോക്കിക്കോളൂ, ഈ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ v is equal to 2d divided by t, ആ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ നമുക്ക് 2d യെ മാത്രം ഇവിടെ വെച്ചാൽ, 2d യെ മാത്രം സൈഡിൽ വെച്ചാൽ നമുക്ക് ഈ t യെ ഈ ഒരു സൈഡിലോട്ട് എടുക്കണം അല്ലേ. അപ്പൊ 2d is equal to v ഗുണിക്കണം t എന്ന് എഴുതാം. അങ്ങനെ v t അടുപ്പിച്ച് എഴുതുക, അതിനർത്ഥം v ഗുണിക്കണം t എന്ന് തന്നെയാണ്. v എത്രയാണ് ഇവിടെ? v 1480 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഗുണിക്കണം t എത്രയാണ്? ഈ ശ്രവണ സ്ഥിരത, അത് 1 ഹരിക്കണം 10 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്താൽ എന്ത് കിട്ടും? 148 മീറ്റർ എന്ന് കിട്ടും. എന്താണ് 148 മീറ്റർ? 2d ആണ് 148 മീറ്റർ. അങ്ങനെയാണെങ്കിൽ therefore, അതുകൊണ്ട് എന്നതിന്റെ ചിഹ്നമാണിത്, d is equal to 148 ഹരിക്കണം 2 മീറ്റർ, അതായത് 74 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഒഴിഞ്ഞ മുറിയിൽ നിന്ന് ശബ്ദമുണ്ടാക്കിയാൽ മുഴക്കം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? അനുരണനം. കർണാടകത്തിലെ ബിജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമ്മര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ മുഴുവൻ ആവർത്തിച്ചു കേൾക്കാം. ശബ്ദ തരംഗങ്ങൾ ഗോളാകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്നത് മൂലം ഉണ്ടാകുന്ന മുഴക്കമാണ് ഇതിനു കാരണം. ഓക്കെ, ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം. ഓക്കെ, ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ഇവിടെയൊക്കെ ഇങ്ങനെ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകും അല്ലേ അത്. അപ്പൊ അതിനുശേഷം ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ ആ ഒരു മുഴക്കമാണ് അനുരണനം. ഓക്കെ, സിനിമാ തിയേറ്റർ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കൻ ആക്കിയിരിക്കുന്നത് എന്തിനാണ്? അത് ഈ ഒരു മുഴക്കം കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഉത്തരം എഴുതണം? ഇതിന് ആദ്യം നിങ്ങൾ ഇങ്ങനെ എഴുതണം, പരുക്കനാക്കിയത് എന്തുകൊണ്ടാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു ഭാഗം എഴുതണം. മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ചുമരുകൾ പരുപരുത്തതായാൽ ആ ശബ്ദത്തിന്റെ പ്രതിപതനം കുറയും എന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ആദ്യം ഈ ഒരു സെന്റൻസ് എഴുതുക, എന്നിട്ട് നിങ്ങൾ എഴുതണം ആവർത്തന പ്രതിപതനവും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അനുരണനവും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സിനിമാ തിയേറ്റർ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കൻ ആക്കിയിരിക്കുന്നത്. കേൾവിശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. ഓരോ ജീവികൾക്കും ഒരു ശ്രവണ പരിധി ഉണ്ടാകും. ആ ഒരു കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.